സത്യത്തിൽ അർജുന്റെ കുടുംബത്തോട് വലിയ ബഹുമാനം തോന്നുകയാണ്. ഈ 12 ദിവസം അവർ കാത്തിരിപ്പുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിലോ ആളുകളുടെ മുന്നിലോ കരഞ്ഞ് നിലവിളിക്കാനോ അഭിനയിക്കുവാനോ അവർ തയ്യാറല്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ അമ്മയും സഹോദരിയും പറയുന്നുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും ഞങ്ങൾക്ക് സാധിക്കണം. അവനായിരുന്നു ഞങ്ങളുടെ എല്ലാം. ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും എവിടെ എത്ര ദൂരേക്ക് പോയാലും ഞങ്ങളോട് സംസാരിക്കാതിരിക്കില്ല. എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുന്നവനാണ്. കുടുംബത്തിന് വേണ്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ വളയം പിടിച്ചവനാണ് അർജുൻ. ഒരുപക്ഷെ ആ കുടുംബത്തിന് വേണ്ടി ആ ഓരോരുത്തരുടെ ജീവനും സുരക്ഷിതമാക്കാനായി സാമ്പത്തികമായി വളരാനും ഒക്കെയാണ് അവൻ വളയം പിടിച്ച് തുടങ്ങിയത്. പിന്നീട് ലോറി ഓടിച്ച സ്വന്തം ജീവൻ പണയം വച്ചുകൊണ്ടുള്ള യാത്രയിലും മറ്റാരെയും അവൻ കൂടെ കൂട്ടാൻ തയ്യാറായില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരു കുടുംബത്തിന് അത് വേദനയാകരുത്, തനിക്ക് മാത്രമാകണം എന്തെങ്കിലും സംഭവിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയവൻ. സഹജീവികളോടൊക്കെ വളരെ സ്നേഹം പുലർത്തിയ ആളാണ് അർജുൻ എന്നാണ് അർജുന്റെ നാട്ടുകാർക്ക് തന്നെ അർജുനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ 12 ദിവസവും നമ്മൾ മലയാളികൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും. ഇതാ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്ന വാക്കുകളല്ല. പക്ഷെ എങ്കിൽ പോലും ആ ഭാര്യയും ആ അമ്മയും ആ സഹോദരിയും ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയെങ്കിലും ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അവരുടെ മുന്നിലേക്ക് ഇനി അർജുൻ വരില്ല എന്ന പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന്, മനസാക്ഷിയുള്ള ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അർജുൻ എവിടെയാണ്, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയുന്നത് വരെ ആ പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളും സംസാരിക്കുന്നത്. എന്തായാലും ആ കുടുംബം സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ടു. അതായത് പട്ടാളത്തിനെതിരെ എന്തോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുടുംബം വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിനൊക്കെ ഇടയാകേണ്ടി വന്നു. പക്ഷെ അപ്പോഴും അവർ തളർന്നില്ല, പൊരുതി തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഇന്ന് കടലിന്റെ മക്കൾ ഷിരൂരിൽ എത്താനുള്ള കാരണവും. ഒരുപക്ഷെ അവരെവിടെയെങ്കിലും തളർന്നു പോയിരുന്നു എങ്കിൽ ഈ 12 ദിവസവും അർജുന് വേണ്ടിയുള്ള ഈ തിരച്ചിൽ ഊർജിതമാകില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവർ തളരാതെ ഏറ്റവും ശക്തിയായി അവർ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള അവരുടെ അതിശക്തമായ വാക്കുകൾ തന്നെയാണ് ഒരുപക്ഷെ ഈ 12ാം നാളിലും ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴയിലേക്ക് എത്താനുള്ള കാരണം. എന്തായാലും ആ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് നൽകേണ്ടത് ഈ അവസരത്തിൽ. അത്രത്തോളം ശക്തമായി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അർജുൻ എന്ത് സംഭവിച്ചു എന്നൊരു പക്ഷെ അവർക്കറിയാമായിരിക്കാം. എങ്കിൽ പോലും അവസാനമായി ഒരു നോക്ക് കാണുവാനെങ്കിലും ഞങ്ങൾക്ക് കഴിയണം എന്നുള്ള ആ പ്രതീക്ഷയാണ് അവരെ ഇത്രയൊക്കെ ശക്തരായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്.